കാതോർത്താൽ സർവചരാചരങ്ങളിലും സംഗീതം പൊഴിയുന്ന ഒരു നഗരമുണ്ട് ലോകത്ത്. അതാണ് യൂറോപ്പിലെ ഓസ്ട്രിയൻ നഗരമായ സാൽസ്ബർഗ്. സംഗീത സാർവഭൗമൻ മൊസാർട്ടിന്റെ സ്വന്തം നഗരമാണ് സാൽസ്ബർഗ്. ആകാശനീലിമയിൽ മഞ്ഞുമൂടിയ ആൽപ്സ് പർവ്വത നിരകളുടെ പശ്ചാത്തലത്തിൽ സർവം സംഗീതമയമായ നഗരം. പള്ളിഗോപുരങ്ങളും കത്തീഡ്രൽ താഴികക്കുടങ്ങളും തലയുയർത്തി നിൽക്കുന്ന ഈ നഗരത്തിലെവിടെയും മന്ദതാളത്തിൽ, നാടകീയ ലയത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന മൊസാർട്ടിന്റെ സിംഫണികളും അത്യുദാത്തമായ വൃന്ദഗാനങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. ഒരു വെള്ളി അരഞ്ഞാണം പോലെ സാൽസാക് നദി ഈ നഗരത്തെ പകുത്തൊഴുകുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഒരു ബാലൻ ലോകസംഗീതത്തിന്റെ തലവര മാറ്റിക്കുറിക്കുവാൻ തുടങ്ങിയ കാലത്തെന്ന പോലെ ഇന്നും ഈ നഗരം പെരുമയും പ്രൗഢിയും പേറി നിൽക്കുന്നു. സാൽസ്ബർഗിലെങ്ങും മൊസാർട്ട് മയമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന സംഗീതപ്രേമികൾക്കായി ഇനിയും ഒരു സിംഫണിക്ക് ബാല്യമുണ്ടെന്ന ഭാവത്തിൽ നിൽക്കുന്നു പൂർണ്ണകായനായി വോൾഫ്ഗാങ് അമാഡിയസ് മൊസാർട്ട്. 9-ാം നമ്പറിലുള്ള ഗെത്രേ ഡെഗാസെ, പ്രശസ്തമായ ഹാഗ്നവർ ഹൗസ്, റിറ്റ്സർ ബോഗൻ കവാടവും അലങ്കാരപ്പണികളാൽ സമ്പന്നമായ ബാറോക്ക് ഫൗണ്ടനുകളും കടന്നു ചെല്ലുന്നത് സാൽസ്ബർഗിലെ ഏറ്റവും പ്രശസ്തമായ വാതിലിലേക്കാണ്. 12-ാം നൂറ്റാണ്ടിലെ തറയോടുകൾ പാകിയ പടിക്കെട്ടുകൾ കടന്നെത്തുന്നത് മൊസാർട്ട് ഹൗസിന്റെ അകത്തളങ്ങളിലേക്കാണ്. 1747-ൽ മൊസാർട്ട് കുടുംബം ഇവിടെ താമസിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ അടുക്കള ഇന്നും മാറ്റമില്ലാതെ ഇവിടെയുണ്ട്. ജനുവരി 27 കലണ്ടറിലെ വെറുമൊരു ദിനം മാത്രമല്ല, വോൾഫ്ഗാങ് അമാഡിയസ് മൊസാർട്ട് എന്ന സംഗീത വിസ്മയത്തെ ലോകത്തിന് ലഭിച്ച ദിനമാണ് ഈ കലണ്ടർ താളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചെറിയ മുറികളിൽ 7 കുട്ടികൾ ജനിച്ചു. അതിൽ വോൾഫ്ഗാങ്ങും സഹോദരി നാനേർലും മാത്രമേ അതിജീവിച്ചുള്ളൂ. മൊസാർട്ടിന്റെ ഈ കുടുംബവൃക്ഷം വേരാഴ്ത്തി നിൽക്കുന്നത് അഗാധമായ സംഗീത പാരമ്പര്യമുള്ള ഭൂമിയിലാണ്. മൊസാർട്ടിന്റെ അച്ഛൻ ലിയോപോൾഡ് ഒരു മികച്ച വയലിനിസ്റ്റായിരുന്നു. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ആദ്യ വ്യക്തിയും അദ്ദേഹമായിരുന്നു. ആൻഡ്രിയാസ് ഫെർഡിനാൻഡ് മേയർ നിർമ്മിച്ച മൊസാർട്ടിന്റെ ബാല്യകാല വയലിൻ. ഇതിന്റെ തന്ത്രികളിലാണ് ആ അത്ഭുത ബാലന്റെ വിരൽക്കൂറ് വിശുദ്ധമായ സംഗീതമുതിർത്തത്. വയലിൻ നാദം കേട്ടു വളർന്ന പിയാനോ സംഗീതം കോതിയൊതുക്കിയ മൊസാർട്ടിന്റെ മുടിയിഴകൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. എത്രയെത്ര സിംഫണികൾക്ക് സാക്ഷിയായി കാണും ഈ മുടിയിഴകൾ. മൊസാർട്ടിനൊപ്പം സംഗീതോപകരണങ്ങളും വളരുകയായിരുന്നു. സ്ക്വയർ പിയാനോയും ഗാംഭീര്യമുള്ള ആൻഡൻ വോൾട്ടർ ഫോർട്ടെ പിയാനോയും അദ്ദേഹത്തിന്റെ സംഗീത പരിണാമത്തിന്റെ കഥ പറയുന്നു. ഈ കട്ടകളിൽ നിന്നുള്ള നാദമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകൾക്ക് ജീവൻ നൽകിയത്. പ്രശാന്തമായ ഈ പഠനമുറിയിലിരുന്നാണ് ആ കുഞ്ഞുബാലൻ ഒരു ട്രാൻസ് യൂറോപ്യൻ മാസ്റ്ററായി മാറിയത്. പിൽക്കാലത്ത് ക്ലാസിക്കൽ സംഗീതത്തിന്റെ ആധാരശിലകളായി മാറിയ കൃതികൾ പിറവിയെടുത്തത് ഇവിടെയാണ്. 1773-ൽ മൊസാർട്ട് കുടുംബം കൂടുതൽ സൗകര്യങ്ങളുള്ള മഗാർട്ട് പ്ലാറ്റ്സയിലെ ട്രാൻസ്മീസ്റ്റർ ഹൗസിലേക്ക് താമസം മാറ്റി. ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികളുടെ ഹൃദയത്തെ ത്രസിപ്പിച്ച സംഗീത സ്കോറിന്റെ മുകളിൽ സ്വർണ്ണ റെക്കോർഡർ പോലെയുള്ള അപൂർവ സുഷിരവാദ്യം. ലോകപ്രശസ്ത സ്റ്റേജ് ഡിസൈനറായിരുന്ന ആൽഫ്രഡ് റോളർ രൂപകൽപ്പന ചെയ്ത ഇൻഡോമിനിയോ സ്റ്റേജ് സാൽസ്ബർഗിലെ ജീവിതം മൊസാർട്ടിന്റെ ഓപ്പറകളെ എത്രത്തോളം സ്വാധീനിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. മൊസാർട്ട് മ്യൂസിയത്തിലെ പദനിസ്വനങ്ങളിൽ പോലും സംഗീതമുണ്ട്. യൂറോപ്പിനെ മൊസാർട്ടിന്റെ സംഗീതം കീഴടക്കിയ കാലം. അക്കാലത്ത് മൊസാർട്ട് കുടുംബത്തിന്റെ സാമൂഹിക ജീവിതവും ആഡംബരപൂർണമായിരുന്നുവെന്ന്
ലൂറ്റി അലാംഗ്ലിസ് എന്ന ഈ പെയിന്റിംഗ് കാണിച്ചു തരുന്നു. എന്നാൽ പിൽക്കാല യാഥാർത്ഥ്യം അതായിരുന്നില്ല. സംഗീതത്തിൽ സമ്പന്നനായിരുന്ന മൊസാർട്ടിന്റെ ശിഷ്ടകാലം സാമ്പത്തിക പ്രതിസന്ധിയുടെയും കഷ്ടപ്പാടുകളുടേതുമായിരുന്നു. തന്റെ സഹോദരന് മൊസാർട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടയച്ച കത്തുകളിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വെളിപ്പെടുന്നു. ലോകത്തിന്റെ ഹൃദയം കീഴടക്കുമ്പോഴും പലപ്പോഴും പണമില്ലാതെ വലഞ്ഞ ഒരു പ്രതിഭയുടെ കഥയാണിത്. മൊസാർട്ടിന്റെ അന്ത്യനിമിഷങ്ങൾ ചിത്രീകരിക്കുന്ന പെയിന്റിംഗ്. സംഗീതത്തിന്റെ അക്ഷയലോകം അവശേഷിപ്പിച്ച് വെറും 35-ാം വയസ്സിൽ മൊസാർട്ട് അന്തരിച്ചു. എങ്കിലും അദ്ദേഹം അനശ്വരമാക്കി പോയ സംഗീതം സാൽസ്ബർഗിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ ഇന്നും കേൾക്കാം. മ്യൂസിയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഓപ്പണാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വേനൽക്കാല സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 7 മണി വരെ. മൊസാർട്ടിന്റെ ജന്മഗേഹമായ ഗത്രേ ഡെഗാസെ 9ഉം മൊസാർട്ട് ഭവനമായ മക്കാർട്ട് പ്ലാറ്റ്സ 8ഉം സന്ദർശിക്കുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക് 15 യൂറോ വീതമാണ്. സാൽസ്ബർഗ് കാർഡ് 35 യൂറോ മുതൽ ലഭിക്കും. ഇതുപയോഗിച്ച് നഗരത്തിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിക്കാനാകും.